നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗർഭിണികൾ ആരംഭം മുതൽ പ്രസവം വരെ ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഇതിനായി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശബ്നം നമ്പ്യാരാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, ഗർഭിണികൾ പൊതുവെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഗർഭകാല പരിചരണം എങ്ങനെയൊക്കെയാണ്? അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് ഇത് എത്രത്തോളമാണ് പ്രാധാന്യമുള്ളത്? ഈ പ്രഗ്നൻസി ഗർഭകാല ശുശ്രൂഷ എന്ന് പറയുന്നതിന് ഒരു വാക്കാണ് ആന്റിനേറ്റൽ കെയർ. നമ്മൾ ആന്റിനേറ്റൽ കെയർ എന്ന് പറയുന്നതിന് 3 ഭാഗമാണ് ഉള്ളത്. ഒന്ന്, നമ്മൾ ഒരു പ്രഗ്നൻസി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ആയിട്ട് നമ്മൾ ഗർഭിണിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. രണ്ടാമത്തത്, നമ്മൾ ആദ്യമായിട്ട് പേഷ്യന്റ് നമ്മളെ കാണാൻ വരുമ്പോൾ ഈ പേഷ്യന്റിന് എന്തൊക്കെ ആരോഗ്യത്തിന് എന്തൊക്കെയാണ് ഹൈ റിസ്ക് ഫാക്ടേഴ്സ്, അത് നമ്മൾ പിന്നെ എലാബറേറ്റ് ചെയ്യാം. ഈ എന്തെല്ലാം ഹൈ റിസ്ക് ഫാക്ടേഴ്സ് അത് നമ്മൾ നല്ലോണം മനസ്സിലാക്കുന്നു. മൂന്നാമത്, പേഷ്യന്റിന് ഒരു പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള പേടികള്, സംശയങ്ങള് ഇതൊക്കെ മാറ്റി കൊടുക്കുന്നത്. ഇതാണ് നമ്മളെ ഈ ഒരു ഗർഭകാല ശുശ്രൂഷ എന്ന് പറയാം, അല്ലെങ്കിൽ ആന്റിനേറ്റൽ കെയർ എന്ന് പറയാം. പിന്നെ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഒരു പേടിയാണ്. അപ്പൊ പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. അതൊരു അസുഖമല്ല എന്നാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ആന്റിനേറ്റൽ കെയറിനേക്കാളും മുന്നോട്ട് വരുന്നത്, സാധാരണ നമ്മളടുത്ത് വരുന്നത് ഒരു ഗർഭിണി യൂട്രൈൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ടാണ് നമ്മളടുത്ത് ആദ്യമായിട്ട് വരുന്നത്. പക്ഷെ ഏറ്റവും നമ്മൾക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ, പ്രഗ്നൻസി ആവുന്നതിനേക്കാൾ മുന്നിൽ ഞാനൊരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആണ്. കാരണം അങ്ങനെയുള്ള ആൾക്ക് നമുക്ക് അവരാരോഗ്യം ഓപ്റ്റിമം ആക്കിയിട്ട് നല്ലൊരു ആരോഗ്യം വെച്ചിട്ട് പ്രഗ്നൻസി ഗർഭധാരണത്തിലേക്ക് പോകുന്നതാണ് എപ്പോഴും നമുക്ക് ഇഷ്ടം. അപ്പൊ ഈ റേപ്പ് കൺസെപ്ഷണൽ കെയർ, ആന്റിനേറ്റൽ കെയർ, ഇത് രണ്ടും കൂടിയിട്ടാണ് ഒരു ഗർഭിണിയുടെ കെയർ എന്ന് നമ്മൾ പറയുന്നത്. ഇതിന്റെ മെയിൻ പർപ്പസ്, നമുക്ക് എൻഡ് ഓഫ് ദ പ്രഗ്നൻസി നമുക്കൊരു ഹെൽത്തി ആയ മദർ, ആരോഗ്യമുള്ള അമ്മയും കുഞ്ഞിനും കിട്ടണം. അതുകൊണ്ട് ഈ ആന്റിനേറ്റൽ കെയർ എന്ന് പറയുന്നത് പ്രഗ്നൻസിക്ക് അമ്മയും കുഞ്ഞിനും ഈക്വലി ഇമ്പോർട്ടന്റ്, ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയാൽ എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടത്? പിന്നീട് എത്ര തവണയോളം ഡോക്ടറെ കാണേണ്ടതുണ്ട്? ഒരു പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയാൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണണം, ഡോക്ടറെ സമീപിക്കണം. ഇതിന് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന കാരണം എന്ന് വെച്ചാൽ, ചില ടൈപ്പ് ഓഫ് പ്രഗ്നൻസീസ് അബ്നോർമൽ ആയിട്ടുള്ള പ്രഗ്നൻസീസ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, ട്യൂബിലുള്ള ഗർഭം ഉണ്ടാവാം. ആ ട്യൂബിലുള്ള ഗർഭം ഒരു അസ്വാഭാവികമായ ഒരു ഗർഭമായതിനാൽ ആ ട്യൂബ് പൊട്ടിയിട്ട് പേഷ്യന്റിന്റെ ലൈഫിന് തന്നെ ഡേഞ്ചർ ആവുന്ന ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ സ്ട്രേറ്റ് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയ ഉടനെ നമ്മൾ ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ഒരു സിമ്പിൾ ആയിട്ടുള്ള അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യും. അപ്പം പ്രഗ്നൻസി ഗർഭപാത്രത്തിന്റെ അകത്താണോ, ഗർഭപാത്രത്തിന്റെ പുറത്ത് ട്യൂബിലോ അണ്ടാശയത്തിലോ ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ മനസ്സിലാക്കണം. അപ്പം സ്ട്രേറ്റ് അവേ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയ ഉടനെ, അഥവാ 8 to 10 വീക്സ് ലാസ്റ്റ് പീരീഡ്സിന്റെ 8 or 10 ആഴ്ചയുടെ ഉള്ളിൽ തന്നെ നമ്മൾ സ്ട്രേറ്റ് അവേ ഡോക്ടറെ പോയിട്ട് കണ്ട് ഒരു സ്കാനും കാര്യങ്ങളും പരിശോധന നടത്തുന്നതാണ് എപ്പോഴും പേഷ്യന്റിന് വേണ്ടിയിട്ട് സേഫ്. വ്യക്തമാണ്. അതുപോലെ തന്നെ മറ്റെന്തെല്ലാം ടെസ്റ്റുകളും മറ്റു പരിശോധനകളുമാണ് ഗർഭാരംഭത്തിൽ ചെയ്യേണ്ടത്? നമ്മൾ ടെസ്റ്റുകൾ ഫസ്റ്റ് നമ്മളടുത്ത് പേഷ്യന്റ് വരുന്ന ഒരു ഫസ്റ്റ് വിസിറ്റ് ഉണ്ട്. അതിനെ നമ്മൾ ബുക്കിംഗ് വിസിറ്റ് എന്നാണ് പറയുന്നത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിസിറ്റ്. ഈ സമയത്താണ് നമ്മൾ പേഷ്യന്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പേഷ്യന്റിന്റെ ഹിസ്റ്ററി എടുക്കുന്നു. അപ്പൊ ഈ ഹിസ്റ്ററിയിൽ നമ്മൾ പേഷ്യന്റിന് എന്തൊക്കെ പണ്ട് അസുഖങ്ങൾ ഉണ്ടായി, പേഷ്യന്റിന്റെ ആരോഗ്യനില ഏത് ലെവലിലാണ്, അപ്പോൾ എന്തൊക്കെ മരുന്നുകൾ പേഷ്യന്റ് എടുക്കുന്നുണ്ട്, പേഷ്യന്റിന്റെ ഹാർട്ടിന്റെ സ്റ്റേറ്റസ് എന്താണ് എന്ന് വെച്ചാൽ, കിതപ്പ് വരുന്നുണ്ടോ, സാധാരണ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് ആദ്യം ചോദിച്ച് മനസ്സിലാക്കണം. അതുപോലെ ഫാമിലിയിൽ ഷുഗർ വരേണ്ട സാധ്യതയുണ്ടോ, BP വരേണ്ട ഹിസ്റ്ററി ഉണ്ടോ, ഈ പേഷ്യന്റിന് തന്നെ പണ്ട് ഷുഗറോ BPയോ വലിവിന്റെ അസുഖമോ, ഫോർ എക്സാമ്പിൾ ആസ്തമയോ, ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടെസ്റ്റുകൾ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ബ്ലഡ് ഗ്രൂപ്പ് എന്താണ് അറിയുന്നത്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ബ്ലഡ് ഗ്രൂപ്പിലും എസ്പെഷ്യലി പേഷ്യന്റിന്റെ ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണ് കഴിഞ്ഞാൽ അതിന് പേഷ്യന്റിനും കുഞ്ഞിനും ഭയങ്കരമായ ഭവിഷ്യത്തുകളുണ്ട്. അപ്പൊ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഹസ്ബൻഡിന്റെ ഗ്രൂപ്പും കൂടി നോക്കുന്നു. പിന്നെ അത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ICT എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യുന്നു. അതുകൂടാതെ പ്രീവിയസ് പ്രഗ്നൻസിയിൽ ഷുഗർ ഉള്ളതോ, പേരൻസിന് ഷുഗർ ഉള്ളതോ, അല്ലെങ്കിൽ അമിതമായ വണ്ണവും പോളിസിസ്റ്റിക് ഓവറിയിൽ ഉണ്ടായ ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ ആദ്യ വിസിറ്റിൽ തന്നെ പേഷ്യന്റിന്റെ ഷുഗർ ചെക്ക് ചെയ്യുന്നു. ഷുഗർ ചെക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് അഥവാ പ്രഗ്നൻസിയിൽ വരുന്ന ഷുഗർ വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. അത് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെയും നമ്മൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു.
അപ്പൊ ആദ്യത്തെ വിസിറ്റിൽ നമ്മൾ ചെയ്യുന്നത് ബ്ലഡ് ഗ്രൂപ്പ് നോക്കുന്നു, കുറച്ച് ബ്ലഡിൽ ഹിമോഗ്ലോബിന്റെ അളവ്, പ്ലേറ്റ്ലെറ്റിന്റെ അളവ്, അതുപോലെ പേഷ്യന്റിന് ഈ പറഞ്ഞ പോലെ ഷുഗറിന്റെ ടെസ്റ്റ് ചെയ്യുന്നു, HIV, HbA1c, HCV ഇന്ന ടെസ്റ്റുകൾ ചെയ്യുന്നു. പിന്നെ ഒരു 10 ആഴ്ചയിൽ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റുകൾ. പിന്നെ ആദ്യത്തെ സ്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 11 മുതൽ 14 ആഴ്ചയുടെ അകത്ത് നമ്മൾ ഒരു സ്കാൻ ചെയ്യുന്നു. അതിനെ നമ്മൾ NT സ്കാൻ എന്ന് പറയുന്നു. ഇതില് നമുക്ക് കുഞ്ഞിന്റെ സൈസ് മാത്രമല്ല, കുഞ്ഞിന് ജനിതകമായിട്ട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്ന് അറിയുന്ന കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ്, മാർക്കേഴ്സ് ആ സ്കാനിൽ കിട്ടും. അതിന്റെ കൂടെ നമ്മൾ കുറച്ച് 2 ബ്ലഡ് ടെസ്റ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിന് ഈ പറഞ്ഞ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ടോ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സ്കാൻ 11 14 ആഴ്ചയിലും ഇടയിൽ ചെയ്യുന്ന ഈ സ്കാൻ. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന ഫസ്റ്റ് 3 മാസം. ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മൾ 3 മാസത്തിന്റെ 3 ഗ്യാപ്പ് ആയിട്ടാണ്, പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ 3 മാസത്തിൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ. പിന്നെ രണ്ടാമത്തെ മാസത്തിൽ പിന്നെ വരുന്നത് നമ്മൾ ഈ പറഞ്ഞ, അതുപോലെ ആദ്യത്തെ മാസത്തിൽ നമ്മൾ യൂറിനിലും ആൽബുമിൻ എന്ന് പറഞ്ഞൊരു സംഗതി നോക്കും. ഈ പറഞ്ഞ ടെസ്റ്റുകൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ടെസ്റ്റുകൾ മുന്നോട്ട് പോകുമ്പോൾ റിപ്പീറ്റ് ചെയ്യും. ഈ നെക്സ്റ്റ് 3 മാസത്തിലും നമ്മൾ കുഞ്ഞിന്റെ ബ്ലഡ് ടെസ്റ്റ്, മദറിന്റെ ഹീമോഗ്ലോബിനും യൂറിൻ ആൽബുമിനും നോക്കും. പിന്നെ ആദ്യ മാസങ്ങളിൽ നമ്മൾ ഷുഗർ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു 27-ാം മാസത്തിൽ നമ്മൾ മദറിന്റെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യും. പിന്നെ ബ്ലഡ് പ്രഷർ നമ്മൾ എല്ലാ വിസിറ്റിനും ചെക്ക് ചെയ്യും. പിന്നെ എല്ലാ വിസിറ്റിലും നമ്മൾ കുഞ്ഞിന്റെ വയറിന്റെ അളവ് നോക്കും. അതായത് വയർ സൈസ് കൂടുന്നത് ആ മദറിന്റെ ആ ബേബി മര്യാദയ്ക്ക് ഗ്രോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ എല്ലാ വിസിറ്റിലും നമ്മൾ മദറിന്റെ വെയിറ്റ് നോക്കും, അമിതമായ വണ്ണത്തിൽ പോകുന്നുണ്ടോ. കാരണം ഇത് നമ്മൾ പ്രഗ്നൻസിയിൽ വേറെ കാണുന്ന ഒരു പേടിയുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്, നമ്മൾ പ്രഗ്നൻസിയിൽ വരുന്ന പ്രഷർ. അപ്പൊ അതിന്റെ ഒരു മുന്നോടിയായിട്ട് ഈ അമിതമായ വണ്ണം നമ്മളെ ഒരു ഐഡിയ നമുക്ക് തരും. അപ്പൊ അതുകൊണ്ട് എല്ലാ വിസിറ്റിനും മദറിന്റെ നമ്മൾ വെയിറ്റ് നോക്കും, യൂറിന്റെ അളവ് നോക്കും. പിന്നെ അതുപോലെ തന്നെ ബ്ലഡിന്റെ അളവ് നമ്മൾ എല്ലാ 3 മാസത്തിന്റെ ഗ്യാപ്പിൽ നോക്കും. അഥവാ ഏതെങ്കിലും മാസത്തിൽ അത് കുറവുണ്ട്, അഥവാ പേഷ്യന്റ് നമ്മൾക്ക് കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇടയിൽ ചെയ്തെന്ന് വരും. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഗർഭിണികളുടെ ജീവിതശൈലിയും ഭക്ഷണക്രമവും എങ്ങനെയായിരിക്കണം? ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ആവശ്യം വേണ്ട വൈറ്റമിൻ എങ്ങനെയൊക്കെയാണ്? ഗർഭിണികൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം വേണ്ടത് സ്ട്രെസ് ഒഴിവാക്കുക എന്നാണ്. നമ്മൾ സ്ട്രെസ്സിന്റെ അല്ല, ഒരു സന്തോഷത്തിന്റെ സമയമാണ്. അപ്പൊ നമ്മൾ ഐഡിയൽ ആണ് എല്ലാം ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ പ്രഗ്നൻസി ആയപാട് ഡോക്ടറെ പോയിട്ട് കാണുക. അപ്പൊ ഡോക്ടർ നമുക്ക് പറഞ്ഞു തരും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതില് ഭക്ഷണം നമ്മൾ പൊതുവേ പറയുന്നത് 2 ആൾക്ക് വേണ്ടിയിട്ട് കഴിക്കണം എന്നൊക്കെയാണ്. അപ്പൊ അങ്ങനെയൊന്നും നമ്മൾ നോക്കിയിട്ട് കഴിക്കണ്ട. ഒരാൾക്ക് എത്രത്തോളം നമ്മളിപ്പം പറയുന്നത് നോർമൽ ഒരാൾ കഴിക്കുന്നതിനേക്കാളും 300 കിലോ കാലറി കൂടുതൽ കഴിക്കണം എന്നാണ്. അപ്പൊ നമ്മൾ ആ ഗർഭിണി അവർക്ക് പറ്റുന്ന രീതിയിൽ പൗഷ്ടികാഹാരം, അപ്പൊ നല്ല പ്രോട്ടീൻ ഉള്ള ഫുഡ്, ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നോർമൽ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന കാര്യങ്ങൾ തന്നെ പ്രോപ്പർ ഒരു നോർമൽ അളവിൽ കഴിക്കുക. എന്ന് വെച്ചാൽ അമിതമായിട്ട് കഴിക്കാതെ ബാലൻസ് ആയിട്ട് കഴിക്കുക. ഇപ്പൊ 3 ദോശ കഴിക്കുന്ന ആളാണെങ്കിൽ 2 ദോശ കഴിക്കുക, 2-3 ദോശ രാവിലെ കഴിച്ച് സ്പ്ലിറ്റ് ആക്കുക. ഇപ്പൊ നമ്മൾ 3 നേരം ഹെവി ഭക്ഷണം കഴിക്കേണ്ട പകരം 6 നേരം കുറച്ച് കുറച്ചായിട്ട്, അപ്പൊ 3 അവർ ഗ്യാപ്പിൽ കഴിച്ചാലും തെറ്റില്ല. അപ്പൊ നമ്മൾ നോർമൽ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഫുഡുകൾ, ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, സാലഡ്സ്, ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻസ് തരും. പ്രോട്ടീൻസും വൈറ്റമിൻസും തരും. അത് കൂടാതെ ആദ്യത്തെ 3 മാസത്തിൽ നമ്മൾ എന്തായാലും ഫോളിക് ആസിഡ് എന്തായാലും നിങ്ങൾ കാണുന്ന ഡോക്ടർ ഫോളിക് ആസിഡ് പ്രിസ്ക്രൈബ് ചെയ്യും. നെക്സ്റ്റ് 3 മന്ത്സിൽ അയണും കാൽഷ്യമും എന്തായാലും ഡോക്ടർ തരും. അത് കൂടാതെ നമ്മളെ പോപ്പുലേഷനിൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ പോപ്പുലേഷനിലും ഇന്ത്യൻ പോപ്പുലേഷനിലും വൈറ്റമിൻ ഡി കുറവ് ഇപ്പൊ കുറെ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഈ വൈറ്റമിൻ ഡി ആണെങ്കിൽ കുറെ നമ്മളെ അസുഖങ്ങൾ, പ്രഗ്നൻസിയിൽ കാണുന്നയോ അല്ലാതെയുള്ള അസുഖങ്ങൾക്കും ഒരു കാരണമാവുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ കുറവുണ്ടെങ്കിൽ വൈറ്റമിൻ ഡിയും കൂടി ഈ പ്രഗ്നൻസി സമയത്ത് കൊടുക്കാറുണ്ട്. അപ്പം അതാണ് നമ്മൾ പ്രഗ്നൻസിയിൽ കൊടുക്കുന്ന മരുന്നുകൾ എന്ന് പറയുന്നത്. പിന്നെ ഭക്ഷണം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന സാധാരണ നമ്മളെ ജീവിത രീതിയിൽ നമ്മൾ പണ്ട് മുതൽ അമ്മമാർ പറയുന്ന ഫുഡുകളൊക്കെ നമുക്ക് കഴിക്കണം. പുറത്തേക്കുള്ള ജങ്ക് ഫുഡ് പരമാവധി അവോയ്ഡ് ചെയ്യണം. പിന്നെ അൺപാസ്ചറൈസ്ഡ് മിൽക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡയറക്റ്റ് വരുന്ന പാല് സാധാരണ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് ഈ പാക്കറ്റ് പാല് സാധാരണ പാസ്ചറൈസേഷൻ എന്നൊരു പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പൊ അൺപാസ്ചറൈസ്ഡ് ഉള്ള പാല് ഒഴിവാക്കുക. പിന്നെ നല്ലോണം കുക്ക് ചെയ്യാത്ത ഭക്ഷണങ്ങൾ എന്ന് വെച്ചാൽ മീറ്റ് ആവട്ടെ, ഫിഷ് ആവട്ടെ, അത് നമ്മൾ മര്യാദയ്ക്ക് കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, മര്യാദയ്ക്ക് നമ്മൾ അതിനെ വൃത്തിയിൽ കുക്ക് ചെയ്തിട്ട് കഴിക്കുന്നതിന് ഒരു തെറ്റുമില്ല. കുക്ക് ചെയ്തിട്ട് കഴിക്കുന്ന ഏത് ഫുഡ് കഴിക്കുന്നതിനും പ്രശ്നം വരുന്നില്ല. അപ്പൊ നമ്മളെല്ലാം ക്ലീൻ ഫുഡ്, ക്ലീൻ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നല്ലോണം ക്ലീൻ ചെയ്ത് വീട്ടിൽ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും, പിന്നെ ഈ അധികം ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക.
പാലും ബാക്കി എല്ലാ വൈറ്റമിൻസും ഡോക്ടർ തരുന്ന എല്ലാ വൈറ്റമിൻസും പേഷ്യന്റിന് കഴിക്കാവുന്നതേ ഉള്ളൂ. സാലഡ്സ് ആയിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ഫുഡിനെ ക്രമീകരിച്ചിട്ട് കഴിക്കലാണ് പ്രഗ്നൻസിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അമിതമായിട്ട് രണ്ടാൾക്ക് വേണ്ടിയിട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ അങ്ങ് നമ്മൾ കഴിച്ച് കൂട്ടേണ്ട കാര്യമില്ല. ഡോക്ടർ മുൻപ് സൂചിപ്പിച്ചിരുന്നു ഈ ഗർഭകാലാവസ്ഥയിലെ അമിതവണ്ണം. ഈ ഗർഭിണികളുടെ ശരീരഭാരം എങ്ങനെയായിരിക്കണം, എങ്ങനെയുള്ള വ്യായാമങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്? ഒരു പ്രഗ്നൻസിയിൽ നിർധാരിതമായ ഒരു വെയിറ്റ് ഗെയിൻ ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ ഡിവൈഡ് നമ്മളെ വെയിറ്റ് അളക്കുന്നത് BMI എന്ന് പറഞ്ഞൊരു അളവാണ്. നമ്മളെ വെയിറ്റും ഹൈറ്റും കൂടിയിട്ടുള്ള ഒരു റേഷ്യോ ആണ് BMI. അപ്പൊ നമ്മൾ പേഷ്യന്റ് പ്രഗ്നന്റ് ആണോ അഥവാ പ്രഗ്നന്റ് അല്ലാത്ത എല്ലാവർക്കും BMI ഒരു 25 താഴെ നിൽക്കണം. അതൊരു ഡോക്ടറെ അടുത്ത് പോയാൽ അവർ കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നതേ ഉള്ളൂ. അപ്പം ഈ BMI കൂടുതൽ നമ്മളാവാൻ പാടില്ല. അപ്പൊ BMI കൂടുതലുള്ള ആൾക്കാർ എപ്പോഴും ഒരു വെയിറ്റ് ഒരാൾ ഗർഭിണി ആവുകയാണെങ്കിൽ അവരെ വെയിറ്റ് നമ്മളൊരു 7 മുതൽ 11 കിലോന്റെ അകത്ത് തന്നെ വേണം. ആവറേജ് ഒരാൾക്ക് ഒരു 16 കിലോ വരെ കൂടാം. കൂടുകയെന്ന് പറഞ്ഞാൽ ഒരു എൻറ്റയർ പ്രഗ്നൻസിയിൽ 16 കിലോ വരെ കൂടാം. വെയിറ്റ് തീരെ വണ്ണമേ ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ വെയിറ്റ് ഒരു 18 വരെ കൂടാം. ഇതെങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്, എങ്ങനെയാ ഓർത്തു വെക്കാൻ പറ്റുന്നത്? ആദ്യത്തെ 3 മാസത്തിൽ നമുക്കറിയാം പ്രഗ്നൻസി ഒരു ഗർഭിണിക്ക് ഛർദി ഉണ്ടാവാം, ഭക്ഷണത്തിനോട് രുചിയില്ലാതെ ഉണ്ടാവാം. അപ്പൊ ആ ആദ്യത്തെ 3 മാസത്തിൽ നമ്മൾ കുട്ടിയുടെ അവയവങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ, കുട്ടി വണ്ണം വെക്കുന്നൊന്നുമില്ല. അപ്പൊ ആദ്യത്തെ 3 മാസത്തിൽ ആളുടെ വെയിറ്റ് കൂടിയിട്ടില്ലെങ്കിലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓർത്തു വെക്കുക, ആദ്യത്തെ 3 മാസത്തിൽ കൂടിയാലും 1 കിലോ എങ്കിലും കൂടും. 1 കിലോ മാത്രം കൂടിയാലും നമുക്ക് പ്രശ്നമില്ല. പിന്നെ അടുത്ത 3 മാസത്തിൽ 5 കിലോ, അതിന്റെ അടുത്ത 3 മാസത്തിൽ 5 കിലോ. ഇതാണ് നമ്മൾ മിനിമം വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു പ്രഗ്നൻസിയിൽ 11 കിലോ കൂടുന്നു. അതിൽ ഒരു ആവറേജ് ഒരു ആൾക്ക് ഒരു 15 കിലോ വരെ കൂടാം. അപ്പൊ നമ്മൾ നോക്കുന്നത് ഇപ്പൊ എല്ലാ വിസിറ്റിനും പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരുമ്പം ഒരാഴ്ചയിൽ 200 കിലോ അഥവാ 200 ഗ്രാം അല്ലെങ്കിൽ 500 ഗ്രാം, 1/2 കിലോ വരെ ഒരു ആഴ്ചയിൽ കൂടാം. അതിൽ കൂടുതൽ കൂടുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഈ പ്രഗ്നൻസിയിൽ ഈ ആൾക്ക് പ്രഷർ വരാൻ സാധ്യതയുണ്ടോ, വേറെ ചില റിസ്ക് ഉള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു അതൊരു നമുക്കൊരു സൂചകമാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് എല്ലാ വിസിറ്റിലും മദറിന്റെ വെയിറ്റ് നോക്കുന്നത്. അപ്പൊ നമ്മൾ വെയിറ്റ് ഇങ്ങനെയാണ് നോക്കുന്നത്. അപ്പൊ എന്തെല്ലാം ഭക്ഷണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഒരു മോഡറേറ്റ് ആയിട്ട് 3 നേരം പകരം 6 നേരം കഴിച്ചിട്ട് ഇന്റർവെല്ലിൽ സീമിതമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വെയിറ്റ് ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. വ്യായാമ രീതികളെ കുറിച്ചും കൂടി ഒന്ന് പറയാമോ? അപ്പൊ വ്യായാമം നമുക്ക് പ്രഗ്നൻസിയിൽ നമ്മൾക്ക് അതുവരെ അമ്മ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു ഗർഭിണി അതുവരെ എന്താണ് അവരുടെ എക്സസൈസ് രീതി, അത് അവർക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഗർഭിണിക്ക് അസൗകര്യം ഇല്ലാത്ത രീതിയിൽ എന്ത് വേണമെങ്കിലും എക്സസൈസ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നല്ലോണം ജോഗ് ചെയ്തുകൊണ്ടിരുന്ന ആളാണെങ്കിൽ അവർക്ക് ഇപ്പോഴും ജോഗ് ചെയ്യാം. പക്ഷെ ക്ഷീണിച്ചിട്ട് ശ്വാസം കിട്ടാതെ ഉള്ളൊരു ലെവൽ എത്താൻ പാടില്ല. ഏതാണ് അവർ മുന്നേ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം അവർക്ക് മുന്നോട്ട് ചെയ്യാം. പക്ഷെ ഒരു ക്ഷീണം വരുന്ന ലെവൽ വരെ എത്തിക്കാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം. എത്ര നേരം ചെയ്യണം? നമുക്ക് 150 മിനിറ്റ് ആണ് പറയുന്നത് ഒരാഴ്ചയിൽ. 150 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂറാണ്. അപ്പൊ അങ്ങനെ നോക്കിയാൽ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു ദിവസം ഒരു 1/2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ 5 ദിവസം നമ്മൾ ഒരാഴ്ചയിൽ എക്സസൈസ് ചെയ്യണം. അത് നമുക്ക് നമ്മളെ സൗകര്യത്തിനനുസരിച്ച് മാറ്റാം. ഏതാ എക്സസൈസ് ചെയ്യുക അത് അവരവർക്ക് സൗകര്യമുള്ളത്. നടക്കാം, ജോഗിങ് ചെയ്യാം, സൈക്കിൾ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുള്ള സൈക്ലിംഗ് ഉണ്ട് അത് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ സുംബ, അങ്ങനത്തെ ഒക്കെ നമുക്ക് ലൈറ്റ് ആയിട്ടുള്ളത് എല്ലാം ചെയ്യാം. ഈവൻ സ്വിമ്മിങ് വരെ നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ വയറ് തട്ടുന്ന രീതിയിലുള്ള ഇമ്പാക്ട് എക്സസൈസസ് എന്ന് പറയുന്നത് നമ്മൾ ലിമിറ്റ് ചെയ്യണം. ബാക്കി ഏത് രീതിയിൽ എക്സസൈസ്, അത് ഡാൻസ് ആവട്ടെ എന്തോ ആവട്ടെ, മുമ്പ് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നോ അത് ക്ഷീണം വരാതെ ഒരു ലെവൽ വരെ അവർക്ക് വ്യായാമം ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മൾ പറയുന്ന ഒരു ഡ്യൂറേഷൻ. അത് നമുക്ക് ചെയ്യാം. ക്ഷീണം വരുന്ന രീതിയിൽ ആവാൻ പാടില്ല. ഇതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചില പ്രഗ്നൻസി മുന്നോട്ട് പോകും തോറും നമ്മൾ ചില സ്കാൻസ് ചെയ്യുമ്പോൾ കുഞ്ഞിന്റെ വളർച്ച കുറവോ കുഞ്ഞിന് എന്തെങ്കിലും ഒരു അസൗകര്യം, രക്തോട്ടത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടർ പറഞ്ഞു തരും, നിങ്ങൾ ഈ പറയുന്നത്ര എക്സസൈസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഡോക്ടർ പറയാത്ത അവസ്ഥയിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ എക്സസൈസ് വ്യായാമം ചെയ്യാം, ഫുഡ് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, ഗർഭിണികൾക്ക് പൊതുവെ ഉണ്ടാകുന്ന ക്ഷീണം, അതുപോലെ തന്നെ മോർണിംഗ് സിക്നസ്, ഛർദി, ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്താണ്? നമ്മൾ പ്രഗ്നൻസിയിൽ ഫസ്റ്റ് വിസിറ്റിൽ ഗർഭിണി നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. പ്രഗ്നൻസിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെയാ ഭക്ഷണ രീതിയോ അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതും പറഞ്ഞു കൊടുക്കണം. കുറച്ച് സാധാരണക്കാളും അധികം ക്ഷീണം ഉണ്ടാവാം, ഛർദി ഉണ്ടാവാം. അപ്പൊ നമ്മൾ ഈ ഛർദി കുറയേണ്ടിയിട്ടുള്ളത്, ഛർദി എന്തായാലും ആദ്യത്തെ 3 മാസത്തിൽ പല രീതിയിലും ഓരോ ആൾക്കാർക്ക് വ്യത്യാസം ഉണ്ടാവും. ചില ആൾക്കാർക്ക് കുറവ്, ചില ആൾക്കാർക്ക് അധികം ഉണ്ടാവാം.
നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റം രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേക്കാളുന്നേക്കാൾ മുമ്പേ, ഒരു ബ്രഷ് ചെയ്യുന്നേക്കാൾ മുമ്പിൽ ഒരു റസ്കോ ഡ്രൈ ആയിട്ടുള്ള ബിസ്ക്കറ്റോ ബെഡ് സൈഡിൽ വെച്ചിട്ട് അത് ആദ്യം എടുത്ത് കഴിക്കുക. അപ്പം അത് കഴിച്ചിട്ട് എണീച്ച് കഴിഞ്ഞാൽ പരമാവധി വോമിറ്റിംഗ് രാവിലെ തുടക്കമുള്ള മോർണിംഗ് സിക്നസ് കുറവായിരിക്കും. രണ്ടാമത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എല്ലാ പേഷ്യൻസിനോടും പറയുന്നത്, ആദ്യം 3 മാസത്തിൽ വീട്ടിൽ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കണം എന്നില്ല. എന്താണ് ആ ഗർഭിണിക്ക് ഇഷ്ടം? ഇപ്പൊ 3 നേരം ബിസ്ക്കറ്റ് ആണ് കഴിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് ഛർദ്ദിക്കാത്ത രീതിയിൽ അത് എന്താണ് അവർക്ക് 3 നേരം ചെല്ലുന്നത്, ആദ്യത്തെ 3 മാസത്തിൽ അങ്ങനെ കഴിച്ചാൽ മതി. ഇതാണ് നമ്മൾ എല്ലാ ഗർഭിണികൾക്കും പറഞ്ഞ് മനസ്സിലാക്കുന്നത്. വീട്ടിലുള്ള ആൾക്കാർ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും കഴിച്ചാൽ ചിലപ്പോൾ അത് കഴിച്ചില്ല എന്ന് ബുദ്ധിമുട്ടായി വരും. ഛർദ്ദിക്കാതിരിക്കലാണ് ആദ്യത്തെ 3 മാസത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് ചെയ്താൽ തന്നെ പകുതി മോർണിംഗ് സിക്നസ് കുറയും. പിന്നെ ഉള്ളത് ഡോക്ടേഴ്സ് അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്സിനേറ്റും ഇങ്ങനെ ഒരു ചെറിയ മൈൽഡ് ആയിട്ടുള്ള കുഞ്ഞിനെ ബാധിക്കാത്ത രീതിയിലുള്ള ഛർദി വരാതിരിക്കാൻ രീതിയിലുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ തന്നെ ചെയ്യുന്ന ചില ഒറ്റമൂലികളുണ്ട്. നമ്മൾ ഈ ജിഞ്ചർ, ഇഞ്ചി പല രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ അതിന് സ്റ്റഡീസ് ഉണ്ട്. അത് മോർണിംഗ് സിക്നെസ്സിന് കുറെ തോതിൽ ഗുളിക കഴിക്കാതെ തന്നെ കൺട്രോൾ ചെയ്യാറുണ്ട്. അപ്പൊ ഈ 3 കാര്യമാണ് നമ്മൾ ഛർദി കൺട്രോൾ ചെയ്യാൻ പറയുന്നത്. രാവിലെ എണീച്ചപാടെ ഡ്രൈ ആയിട്ട് എന്ത് കഴിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, ഛർദിക്കാതെ എന്ത് കഴിക്കാൻ പറ്റുന്നോ അത് മാത്രം കഴിക്കുക. ജിഞ്ചർ, ഇഞ്ചി പല രീതിയിലും ഫുഡിൽ ഉപയോഗിക്കാം. ഫുഡായിട്ടോ ചായ ആയിട്ടോ ഇഞ്ചി വെള്ളമായിട്ടോ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ 3 മാസം. അപ്പൊ 3 മാസത്തിൽ നമ്മൾ ഭക്ഷണം എന്താണ് ഛർദിക്കാതെ കഴിക്കാൻ പറ്റുമോ അത് മാത്രമേ നമ്മൾ നോക്കൂ. പിന്നെ ക്ഷീണം ഈ രീതിയിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, ആവശ്യത്തിന് ഇടക്കിടക്ക് വെള്ളം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണം പ്രഗ്നൻസിയിൽ പരമാവധി ഒഴിവാക്കാൻ പറ്റും. ഇത് കൂടാതെ നമ്മൾ വിറ്റമിൻസ് ആയിട്ട് ഫോളിക് ആസിഡ് കൊടുക്കും ആദ്യത്തെ 3 മാസം. പിന്നെ രണ്ടാമത്തെ മാസം അയണും കാൽഷ്യം എടുക്കും. ഇത് രണ്ടും എടുത്താൽ തന്നെ നമ്മള് പ്രഗ്നൻസിയിൽ വരുന്ന അമിതമായ ഈ സിംറ്റംസ്, ക്ഷീണം, അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇമ്പോർട്ടന്റ് ആണ് ഗർഭിണി നല്ലവണ്ണം റെസ്റ്റ് ചെയ്യണം. അപ്പൊ സാധാരണയുള്ള ആൾക്കാരെക്കാളും രാത്രി ഒരു 8-10 മണിക്കൂർ ഉറങ്ങണം. ഉറക്ക് വരുന്നില്ലെങ്കിലും കിടക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു പകൽ സമയത്ത് 1 മണിക്കൂർ കാല് നീട്ടി വെച്ച് കിടക്കുകയോ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ട് ക്ഷീണത്തിനെ പരമാവധി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഗർഭകാല പ്രമേഹം, ബ്ലഡ് പ്രഷർ എന്നിവയിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഇവ നമുക്ക് കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുന്നത്? അത് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. കാരണം നമ്മളൊരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതുപോലെ കേരളം എന്ന് പറഞ്ഞാൽ ഒരു ഡയബറ്റീസ് ക്യാപിറ്റൽ തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മളുടെ ഗർഭിണികളിൽ ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻസ് ഭയങ്കര കൂടുതലായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ ഇത് ശ്രദ്ധിക്കണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മളൊരു പേഷ്യന്റ് വരുമ്പോൾ ഇന്നയാൾക്ക് ഷുഗർ വരാനോ BP വരാനോ സാധ്യതയുണ്ടോ, അതെങ്ങനെയാ നമ്മൾ അറിയുന്നത്? അവരെ പേരൻസിന് അങ്ങനെ ഒരു അസുഖങ്ങൾ ഉണ്ടായിരുന്നോ, ഇവർക്ക് തന്നെ പണ്ട് ഉണ്ടായിരുന്നോ, ഇവരിൽ അമിതമായ വണ്ണം ഉണ്ടോ, പോളിസിസ്റ്റിക് ഓവറി ഉണ്ടോ, ഇന്ന കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കാം. പിന്നെ ചില ആൾക്കാർക്ക് ആന്റിഫോസ്ഫോലി APLA എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാവും. എന്ന് വെച്ചാൽ കുറെ പ്രാവശ്യം അബോർഷൻ ആയി പോവാം. ഇങ്ങനത്തെ കാര്യങ്ങളിലുള്ള പേഷ്യൻസിനെ നമ്മൾ ആദ്യത്തെ ഹിസ്റ്ററിയിൽ തന്നെ മനസ്സിലാക്കുന്നു. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. ചിലപ്പോൾ ഇവർക്ക് മുന്നോട്ട് പോകുമ്പോൾ BP വരാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ചിലപ്പോൾ പ്രഗ്നൻസി സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ എക്കോസ്പിരിൻ തന്നെ ഒരു ഗുളിക കൊടുക്കാറുണ്ട്. അപ്പൊ അത് പരമാവധി പ്രഷർ മുമ്പോട്ട് പോകുമ്പോൾ പ്രഷറും കുഞ്ഞിന്റെ വളർച്ചക്കുറവും വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ ഷുഗർ ഫസ്റ്റ് വിസിറ്റിൽ തന്നെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പം കോമൺ ആയിട്ട് ചെയ്യുന്നത് ഇതാണ്. നമ്മൾ എല്ലാവരോടും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്ലൂക്കോസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറും വയറ്റിൽ പോകേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഗർഭിണികൾക്ക് പറയുന്നത് അവർ കഴിച്ചോ കഴിക്കാതെയോ അവർക്ക് പോവാം. അവിടെ നമ്മൾ 75 ഗ്രാം ഗ്ലൂക്കോസ് കഴിക്കാൻ തന്നിട്ട് അതിന്റെ 2 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ബ്ലഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ ആദ്യത്തെ വിസിറ്റിൽ തന്നെ ചെയ്യും. റിസ്ക് ഉള്ള ആൾക്കാർക്ക് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഒരു 7-ാം മാസത്തിലും പിന്നെ അത് കഴിഞ്ഞിട്ട് 1-2 മാസം കഴിഞ്ഞിട്ടും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ഈ 2 കാര്യം പ്രഷറും BPയും നമുക്ക് വരാതിരിക്കാനും അല്ലെങ്കിൽ നേരത്തെ തന്നെ പരമാവധി നേരത്തെ കണ്ടെത്തിയിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ്. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വിസിറ്റിലും നമ്മൾ മദറിന്റെ വെയിറ്റ് നോക്കും. ആ വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ അതും ഒരു ഇൻഡിക്കേറ്റർ ആണ് BP വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ആദ്യത്തെ സ്കാനിലും രണ്ടാമത്തെ അഞ്ചാം മാസത്തിലെ സ്കാനിലും നമ്മൾ യൂട്രസിലും ഗർഭപാത്രത്തിലോട്ടുള്ള രക്തോട്ടം നോക്കും. ഈ 2 രക്തോട്ടം നോക്കുമ്പോൾ ഈ ആൾക്ക് മുന്നോട്ട് പോകുമ്പോൾ BP വരാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ള നമുക്ക് പ്രതിവിധി എടുക്കാൻ പറ്റും. ഗർഭകാലത്തെ കോംപ്ലിക്കേഷൻസ് എന്തെല്ലാമാണ്? എന്തെല്ലാം അപകട സൂചനകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണേണ്ടതായിട്ടുണ്ട്? ഗർഭകാലത്ത് ഒരു ഗർഭിണി ഫേസ് ചെയ്യുന്ന ആദ്യത്തെ 3 മാസത്തിൽ നമ്മളെ ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഛർദിയും കാര്യങ്ങളും നമുക്ക് ഛർദി അമിതമായിട്ട് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കീറ്റോൺസ് എന്ന് പറഞ്ഞൊരു അംശം കൂടും. അങ്ങനെ വരുമ്പോൾ അത് തലച്ചോറിനെ വരെ ബാധിക്കാം. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ ഛർദി തീരെ നമുക്ക് സഹിക്കാൻ വയ്യെങ്കിൽ
പെട്ടെന്ന് തന്നെ ഗർഭിണീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രിപ്പ് കയറ്റുവോ ഛർദീന്റെ മരുന്നുകൾ എടുക്കണം. അപ്പൊ നമുക്ക് തീരെ വയ്യാതാവുമ്പോൾ ഛർദി കൊണ്ട് തീരെ വയ്യ, നമുക്ക് സാധാരണ ജോലികൾ പോലും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇമീഡിയറ്റ്ലി കൊണ്ടുവരണം. രണ്ടാമത്തത് ആദ്യത്തെ 3 മാസത്തിൽ നമ്മൾ പറഞ്ഞത് ബ്ലീഡിങ് അതിപ്പോ ഏത് മാസത്തിലായാലും പേടിയാണ്. ആദ്യത്തെ 3 മാസത്തിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ചെറിയ അളവ് നോക്കണ്ട. ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ സമീപിക്കുക. ആദ്യത്തെ 3 മാസത്തെ ബ്ലീഡിംഗ് ആണെങ്കിൽ അത് ചിലപ്പം അബോർഷനിലോട്ട് പോകാനുള്ള സാധ്യതയാവാം. പിന്നെയുള്ള മാസങ്ങളിലുള്ള ബ്ലീഡിംഗ് ആണെങ്കിൽ അത് കുറച്ചും കൂടി പേടിയാണ്. നമുക്ക് അബ്രക്ഷോ പ്ലസന്റേ എന്നെല്ലാം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് മറുപടിയോട് സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ ബ്ലീഡിംഗ് എപ്പം കണ്ടോ ഇമ്മീഡിയറ്റ്ലി വരണം. ആദ്യത്തെ 3 മാസത്തെ വോമിറ്റിംഗ്, ബ്ലീഡിംഗ്, പിന്നെ എപ്പോഴും മദറിന് വയറുവേദന വരുന്നു, അത് നമുക്ക് പേടിക്കുന്ന ഒരു കാര്യമാണ്. അത് അബോർഷന്റെ സൂചകമാവാം, അല്ലെങ്കിൽ മറുപിള്ള വിട്ടുപോകുന്നതിന്റെ സൂചകമാവാം, അല്ലെങ്കിൽ സമയത്തിന്റെ മുന്നിൽ പ്രസവത്തിലോട്ട് മദർ പോകുന്നു, ഒരു പ്രീ ടേം ലേബർ എന്ന് പറയുന്നതിൽ പോകുന്ന കാരണമാവാം. അപ്പൊ വേദന എപ്പോഴുണ്ടെങ്കിലും വരണം. പിന്നെ പ്രഗ്നൻസി അതുപോലെ മുന്നോട്ട് പോകുമ്പോൾ വെള്ളം പോലെ പോകുന്നു, കറ പോലെ പോകുന്നു, അല്ലെങ്കിൽ പഴുപ്പ് പോലെ പോകുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി ഡോക്ടറെ സമീപിക്കണം. പിന്നെയുള്ളത് ഈ പറഞ്ഞ പോലെ പ്രഷറിന്റെ സൂചകമായ തലവേദന, നമ്മൾ സഹിക്കാൻ പറ്റാത്ത തലവേദന വരുന്നു, മൂത്രം ശരിക്കും പോകുന്നില്ല, വയറുവേദന, ഈ തലവേദനയുടെ കൂടെ വയറുവേദനയും ഛർദി പോലെ വരുന്നു, അത് നമ്മളെ ബിപിന്റെ ഒരു ഇൻഡിക്കേറ്റർ. ഇതൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ കാലിന് നീര് വരിക, ഇതൊക്കെ നമ്മളെ വാർണിംഗ് സൈൻസ് ആണ്. ഇമീഡിയറ്റ്ലി ഡോക്ടറെ ഒന്ന് സമീപിക്കുക. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഗർഭിണികൾ ആരംഭം മുതൽ പ്രസവം വരെ ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടറിൽ ഇന്ന് സംസാരിച്ചത്. ഇതിനായി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശബ്നം നമ്പ്യാരാണ് ഇന്ന് നമുക്കൊപ്പം ചേർന്നത്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം പൂർണ്ണമാകുന്നു.